എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈല അബ്ദുൽ ഖാദർ കോട്ടയം. ഇന്ന് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു തൗബയിലെ 193 പേജിൽ നിന്നും 37 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ യുളല്ലു ബിഹില്ലദീന കഫറൂ യുഹില്ലൂനഹു ആമൻ വയുഹർരിമൂനഹു ആമൻ ലിയുവാതിഉ ഇദ്ദതമാ ഹറമല്ലാഹു ഫയുഹില്ലു മാ ഹറമല്ലാഹു സുയ്യിന ലഹും സൂഉ അഅമാലിഹിം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക എന്നത് സത്യനിഷേധത്തിന്റെ വർധനവ് തന്നെയാവുന്നു. സത്യനിഷേധികൾ അതുമൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു. ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയ മാസത്തിന്റെ എണ്ണമൊപ്പിക്കുവാനും എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയത് ഏതോ അത് അനുവദനീയമാക്കുവാനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ ദുഷ്പ്രവൃത്തികൾ അവർക്ക് ഭംഗിയായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. സത്യനിഷേധികളായ ജനങ്ങളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്താഖൽതും ഇലൽ അർദ് അറളീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറഹ് ഫമാ മതാഉൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എന്തു പറ്റി? അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടുകൊള്ളുക എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിലേക്ക് തൂങ്ങിക്കളയുന്നു. പരലോകത്തിന് പകരം ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ പരലോകത്തിന്റെ മുമ്പിൽ ഇഹലോകത്തിലെ സുഖാനുഭവം തുച്ഛം മാത്രമാകുന്നു. ഇല്ലാ തൻഫിറൂ യുഅദ്ദിബുകും അദാബൻ അലീമൻ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും വലാ തദുറൂഹു ശൈആ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളല്ലാത്ത വല്ല ജനതയെയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും. അവന് ഒരു ഉപദ്രവവും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹം രണ്ടുപേരിൽ ഒരാൾ ആയിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ, അഥവാ അവർ രണ്ടുപേരും നബിയും അബൂബക്കറും ആ ഗുഹയിലായിരുന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് ദുഃഖിക്കേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന സന്ദർഭം. അപ്പോൾ അള്ളാഹു തൻ്റെ വകയായുള്ള സമാധാനം അദ്ദേഹത്തിന് ഇറക്കി കൊടുക്കുകയും നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് പിൻബലം നൽകുകയും സത്യനിഷേധികളുടെ വാക്കിനെ അവൻ അങ്ങേയറ്റം താഴ്ത്തിക്കളയുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ വാക്കാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.